ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്പനയിൽ കണ്ടു കാണും. 2025 ക്ലിക്കാവുന്ന വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന ജോലികളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത്. വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന 5 ജോലികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എല്ലാവരും ചെയ്യുന്നത് പോലെ ഷോർട്ടായിട്ട് വേണമെങ്കിൽ 5 ജോലിയുടെ പേരങ്ങ് പറഞ്ഞിട്ട് പോകാം. പക്ഷെ അത് എങ്ങനെ ചെയ്യണം, അത് എന്താ ഒരു ടെക്നിക്കുകളെ കുറിച്ചും കൂടി ചേർത്താണ് ഞാൻ ഈ വീഡിയോയിൽ പ്രതിപാദിക്കാൻ പോകുന്നത്. ഇന്ന് കേരളത്തിൽ ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്ന ഏക ഒരു ജോലി കൃഷിയാണ്. ഇന്ന് 2025 ഏറ്റവും കൂടുതൽ സ്കോപ്പുള്ളതും ആ ഒരു ജോലിക്ക് തന്നെയാണ്. കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഈ ആട് വളർത്തുന്നതും പശുവിനെ വളർത്തുന്നതും കോഴിയെ വളർത്തുന്നതും ഒരു നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷേ സ്ഥലവും സമയവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ജോലിയിലോട്ട് ഇറങ്ങുവാൻ സാധിക്കുകയുള്ളൂ. ചുമ്മാ മടി പിടിച്ചിരിക്കുന്ന ഒരാൾക്ക് തുടങ്ങാൻ പറ്റിയ ഒരു ജോലിയല്ല ഇത് കൃഷി. ഇതിന് നമുക്ക് എല്ലാ ദിവസവും അതിൻ്റെതായ ഒരു കൃത്യനിഷ്ഠമായ ഒരു ജോലി ആവശ്യമാണ്. 10 കോഴിയെ വളർത്തിയാൽ പോലും ഇന്നത്തെ കാലത്ത് കുഴപ്പമില്ലാത്തൊരു വരുമാനം നമുക്ക് ദിവസവും കിട്ടുന്നതാണ്. അതിൻ്റെ കൂടെ വാഴയും ഒരു ആടും എല്ലാം കൂടി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ദിവസവും തന്നെ ഒരു 100-300 രൂപ ഉണ്ടാക്കുന്ന വരുമാനങ്ങൾ അതിൽ നിന്നെല്ലാം കിട്ടുന്നതുമാണ്. ഇതിപ്പം എൻ്റെ ഐഡിയ മാത്രമാണ്. നിങ്ങളുടെ ഐഡിയയും കൂടി നിങ്ങൾക്ക് ഇതിൽ വർക്കൗട്ട് ചെയ്ത് വേറെ മറ്റ് കൃഷികളും കൂടി നിങ്ങൾക്ക് ഇതിൽ ചെയ്യാവുന്നതാണ്. കൂൺ കൃഷിയൊക്കെ നല്ല ആദായമുള്ള കൃഷിയാണ്. കുറിച്ചെല്ലാം യൂട്യൂബിൽ വേറെ വീഡിയോ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ നോക്കി മറ്റ് കൃഷി വീട്ടിൽ ചെയ്യാവുന്ന കൃഷികളെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ കാണാനും സാധിക്കും. ഞാനിതിൽ പ്രതിപാദിക്കുന്നത് നിങ്ങൾക്ക് ഐഡിയാസ് മാത്രമാണ്. രണ്ടാമത്തെ ബിസിനസ് ഐഡിയയാണ് അച്ചാറുകൾ ഉണ്ടാക്കി കൊടുക്കുന്നതും പലഹാര സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നു. പലഹാരം എന്ന് ഉദ്ദേശിക്കുന്നത് മിച്ചർ, പക്കാവട, വറ്റൽ തുടങ്ങിയ സാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കുന്നത് വഴിയും ഇന്ന് നല്ലൊരു വരുമാനം ഒരു വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റൂ. 10 വീടിന് ചുറ്റുമുള്ള 10 ബേക്കറികൾ ഉണ്ടാക്കിക്കൊണ്ട് കൊടുക്കേണ്ട ഇത് മാത്രമേ നിങ്ങൾക്കുള്ളൂ. നിങ്ങളുടെ അതിന് ഗുണമേന്മ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല കസ്റ്റമർ നിങ്ങൾക്ക് കിട്ടുന്നതുമാണ്. പൊതുവെ എല്ലാവരും ചുമ്മാ പാക്കറ്റ് അടിച്ച് ഒരു 100-200 എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ MRP എഴുതി കൊടുത്ത് പോവുകയാണ് മിക്കയിടത്തും ചെയ്യുന്നത്. അതിനുള്ള ക്വാളിറ്റിയോ ക്വാണ്ടിറ്റിയോ ഇല്ലാത്തത് കൊണ്ടാണ് മിക്കവരും അത് വാങ്ങാത്തത്. അപ്പോൾ നിങ്ങൾ അതെല്ലാം ശ്രദ്ധിച്ച് ഇതിൽ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിൽ നല്ലൊരു ആദായം പ്രതീക്ഷിക്കാം. അച്ചാറും അതുപോലെയാണ്. മാങ്ങ അച്ചാറും നാരങ്ങ അച്ചാർ, ഇഞ്ചി, മീൻ, ബീഫ് അങ്ങനെ തുടങ്ങി പലതരം അച്ചാറുകളുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് കേരളത്തിൽ ഉണ്ടാക്കുന്നത്. അച്ചാറായാലും ശരി, ഇനി പലഹാരങ്ങളായാലും ശരി, ഉണ്ടാക്കാൻ അറിയത്തില്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് ഉണ്ട്. അത് നോക്കി നിങ്ങൾക്ക് ചെയ്യാവുന്ന. ആദ്യം ചെറിയ രീതിയിൽ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് വലിയ രീതിയിൽ ചെയ്യാവുന്നതാണ്. നല്ല ക്വാളിറ്റിയിലും നല്ല ക്വാണ്ടിറ്റിയിലും സാധനം കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെത്തായ കസ്റ്റമേഴ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. നിങ്ങളെ കഴിവിനനുസരിച്ച് നിങ്ങളത് നോക്കി ചെയ്യേണ്ടതാണ്. ഇനി മൂന്നാമത്തേതായി നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യുന്ന മറ്റൊരു ബിസിനസ്സാണ് ജോബ് കൺസൾട്ടൻസി. എല്ലാ വീടിന് ചുറ്റുമുള്ള ഒരു 100-100 കടകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോബ് കൺസൾട്ടൻസിൻ്റെ ഒരു വിസിറ്റിംഗ് കാർഡ് അടിച്ചു കൊണ്ട് കൊടുക്കുകയും തുടർന്ന് ബാക്കിയുള്ളത് OLX, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയവയിൽ വഴി നിങ്ങൾക്ക് അതിൽ ആളുകൾ ജോലിക്ക് ആവശ്യമുള്ളവർ ബന്ധപ്പെടുക എന്നൊരു സിഗ്നേച്ചറും വെച്ച് ഒരു പോസ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ആളുകളെ ഇന്ന് കേരളത്തിൽ കിട്ടും. കാരണം കേരളത്തിൽ ജോലി കിട്ടാത്ത ആൾക്കാരാണ് ജോലി ഉള്ളവരെക്കാട്ടി കൂടുതൽ. അതുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ഈ ബിസിനസ് ചെയ്യാവുന്നതാണ്. ഫോൺ വിളിച്ച് ആവശ്യമുള്ളവർക്ക് ഈ ആളെ ഏൽപ്പിച്ചു കൊടുത്തതിന് ശേഷം 1 മാസത്തെ വരുമാനമാണ് ഇതിന് കമ്മീഷനായിട്ട് പൊതുവെ കിട്ടുന്നത്. 1 മാസത്തെ വരുമാനം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉദ്ദേശിക്കാൻ നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. അങ്ങനെ 1 മാസത്തിൽ തന്നെ 1-2 കസ്റ്റമറെ പിടിച്ചു കൊടുത്താൽ തന്നെ, ഒരു ജോലി ഒപ്പിച്ചു കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ആവുന്നതാണ്. വീട്ടിലിരുന്ന് ചെയ്യാൻ സമയമുള്ളവർക്കും അതിനുള്ള ഒരു കഴിവുള്ളവർക്കും മാത്രമാണ് ഈ ജോലിക്ക് ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ. അടുത്തത് 4മത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഷെയർ മാർക്കറ്റാണ്. ഷെയർ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ലാഭവും ഉണ്ടാവും നഷ്ടവും ഉണ്ടാവും. എന്നാൽ നിങ്ങളുടെ ഒരു നല്ലൊരു എമൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു യൂട്യൂബിൽ പല ക്ലാസ്സിൻ്റെ വീഡിയോകളും ഉണ്ട് ഷെയർ മാർക്കറ്റിനെ കുറിച്ച്. അതൊക്കെ കണ്ട് നിങ്ങൾക്ക് പതുക്കെ ആദ്യം ഒരു 10,000-10,000 ഇട്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ബിസിനസ്സാണ് ഈ ഷെയർ മാർക്കറ്റ്. ഷെയർ മാർക്കറ്റ് നമുക്ക് വേറെ തലവഹിക്കേണ്ട വലിയ കാര്യങ്ങളൊന്നും അതിലില്ല. അത് നിങ്ങൾക്കത് മനസ്സിലാവും. ആദ്യം ഒന്ന് മനസ്സിലാക്കിയെടുക്കേണ്ട സമയം മാത്രമേ അതിന് വരുന്നുള്ളൂ. പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും എളുപ്പമുള്ള ജോലി വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒരു ജോലി വേറെ ഇല്ല. ലാഭവും നഷ്ടവും മനസ്സിലാക്കാനുള്ള കഴിവും ലാഭത്തിന് കൂടുതൽ മുൻഗണന കൊടുക്കാത്തവർക്കും സുഖമായിട്ട് ഒരു ചെറിയ വരുമാനത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് സാധ്യത തന്നെയാണ് ഷെയർ മാർക്കറ്റ്.
അതിനെ പേടിച്ച് കണ്ടു കഴിഞ്ഞാൽ എല്ലാം പേടിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് മുന്നേറണമെന്നും ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ തയ്യാറാണ് ഉണ്ടെങ്കിൽ 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ പോലും ദിവസം 1000 രൂപ ഉണ്ടാക്കുന്ന രീതിയിൽ ഈ ഷെയർ മാർക്കറ്റിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. ആരുടെയും വാക്ക് വിശ്വസിച്ച് അവർക്ക് പണം കൊണ്ട് കൊടുക്കാതെ സ്വന്തമായി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ വിജയിക്കാൻ സാധിക്കും. എല്ലാത്തിനും ക്ഷമ വേണം. അല്ലാതെ നമ്മൾ വെപ്രാളപ്പെട്ട് ഇന്ന് 1 ലക്ഷം ഇട്ട് നാളെ എനിക്ക് 1000 വെച്ച് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കേസല്ല. പഠിച്ച് ചെയ്യുക. അതിന് വേണ്ടിയുള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞു തന്നതേ ഉള്ളൂ. 5ാമത്തെ ബിസിനസ് സാധ്യത എന്ന് പറയുന്നത് യൂട്യൂബറാണ്. വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നതും മറ്റു 4 ഇതിനെയും കാട്ടിയും റിസ്ക് ഇല്ലാത്തതും പണി കുറച്ച് മാത്രമുള്ളതും ബുദ്ധിപരമായിട്ട് നീങ്ങിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നതുമായ ഏറ്റവും എളുപ്പമുള്ള ഒരു ബിസിനസ്സാണ് യൂട്യൂബർ ആകുന്നതെന്ന് പറയുന്നത്. ഇപ്പോൾ ഉദ്ദേശം എന്നെ തന്നെ നോക്കൂ. ഞാൻ തന്നെ വെറുതെ വന്നിരുന്നു കാര്യം പറയുന്നു, നിങ്ങൾക്ക് ജോലി ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നു എന്ന് ഒഴിച്ച് ഇത് നമുക്കറിയാം, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ. പക്ഷേ ഇത് അറിഞ്ഞൂടാത്ത ആൾക്കാരുമുണ്ട്. അവർക്ക് കൂടി വേണ്ടി നമ്മളൊരു വീഡിയോ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു സ്വീകാര്യത കിട്ടുന്നു. ആ സ്വീകാര്യത നമുക്കൊരു നാളെ ഒരു മുന്നേറ്റമായിട്ട് മാറുന്നു. അതിൽ നിന്ന് നമുക്ക് യൂട്യൂബ് വരുമാനം തരുന്നു. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. യഥാർത്ഥത്തിൽ യൂട്യൂബാണ് വീഡിയോ ചെയ്ത് ഇടുന്നതാണ് ഏറ്റവും ലാഭകരമായ ബിസിനസ്. പക്ഷേ അതിന് സമയവും കഴിവും ഉണ്ടായിരിക്കണമെന്ന് മാത്രം. ഈ 5 ബിസിനസ് ഏതെടുത്താലും നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്ത് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ബിസിനസ്സുകൾ തന്നെയാണ്. എല്ലാത്തിനും ആത്മാർത്ഥതയും ഒരു മടിയുമില്ലാതെ പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഏത് ജോലിയായാലും നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് സ്ത്രീകൾക്കായാലും കുട്ടികൾക്ക് വരെ ചെയ്യാവുന്ന ജോലിയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്രകാരം നിങ്ങൾ ഇതിലോട്ട് ഇറങ്ങുക, സ്വന്തം റിസ്കിൽ ഇറങ്ങുക. ശരി, നന്ദി, നമസ്കാരം.